Good morning all. എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് വീണ്ടും. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ടെൻഷൻ മെമ്പറിൻ്റെ ഡിസൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഒരു പുൾ അല്ലെങ്കിൽ ഒരു വലിവ് ഉണ്ടാകുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അതേപോലെ പുള്ള് വലിനെ മറ്റൊരു ഫോഴ്സാണ് പുഷ് അല്ലെ, അമർത്തുക. അങ്ങനെ അമർത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണെന്ത്, കംപ്രഷൻ, അമർത്തൽ, അതാണ് കംപ്രഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ കംപ്രഷൻ എടുക്കുന്ന മെമ്പറുകളുടെ ഡിസൈനിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ടെൻസൈൽ മെമ്പറായിട്ട് നമ്മൾ ടൈം മെമ്പറിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഒരു വലിവ് ആക്ട് ചെയ്യുന്ന മെമ്പർ, അതിൻ്റെ കണക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിസൈൻ ഓഫ് കംപ്രഷൻ മെമ്പറിൽ ഏതെല്ലാം തരത്തിലുള്ള മെമ്പേഴ്സാണ് അതിന് യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, ഡിസൈൻ സ്ട്രെങ്ത് എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഏത് കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? IS 800-2007 ആണ് സ്റ്റീലിൻ്റെ ഡിസൈനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദിസ് കോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസൈൻ സ്റ്റെപ്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് കംപ്രഷൻ മെമ്പർ, എന്തൊക്കെയാണ് ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. കംപ്രഷൻ മെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രഷൻ ഓർ കംപ്രസീവ് ഫോഴ്സ് എന്നുള്ളതാണ് കംപ്രഷൻ മെമ്പർ. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കംപ്രഷൻ ആക്ട് ചെയ്യുന്ന ഒരു മെമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുക, കംപ്രഷൻ മെമ്പർ എന്ന് പറയാന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു സാധനം എടുക്കുകയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ റേസർ എടുക്കും. വലിയ റേസറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അമർത്തി നോക്കാറുണ്ട് അല്ലേ. അമർത്തി നോക്കുമ്പോൾ അതിന് ചെറിയ ബെൻഡിങ് സംഭവിക്കാം. ചിലപ്പോൾ അതിങ്ങനെ ഒന്ന് അതിൻ്റെ വലിപ്പം ഒന്ന് കുറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്താ പറയുക, കംപ്രഷൻ, അല്ലെങ്കിൽ അതാണ് ഒരു കംപ്രഷൻ മെമ്പർ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ കംപ്രഷൻ ആക്ട് ചെയ്യുന്ന ഒരു മെമ്പേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ സ്റ്റീൽ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് കംപ്രസീവ് ആയിട്ടുള്ള സ്റ്റീൽ മെമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രെയിം സ്ട്രക്ചർ, സ്റ്റീൽ ഫ്രെയിമുള്ളൊരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കോളം അല്ലെങ്കിൽ കോളമായിട്ട് ഉപയോഗിക്കുന്ന, കോളം എന്ന് പറഞ്ഞാൽ പില്ലേഴ്സ് അല്ലേ, കോളമായിട്ട് ഉപയോഗിക്കുന്ന മെമ്പറുകൾ, അതേമാതിരി സ്ട്രറ്റുകൾ, നമ്മൾ ട്രസ് മെമ്പർ എടുക്കുകയാണെങ്കിൽ സ്ട്രറ്റ് എന്ന് പറയുന്ന സാധനം, അതെല്ലാം തന്നെ നമ്മൾ കംപ്രഷൻ മെമ്പറായിട്ടാണ് യൂഷ്വലി പറയുക. അപ്പോൾ ഇതിൽ പറയുന്ന അടുത്ത പോയിൻറ്റ്, ഡിസൈൻ ഗവേൺ ബൈ സ്ട്രെങ്ത് ആൻഡ് ബക്ലിംഗ്. അപ്പോൾ ഒരു മെമ്പറിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ബക്ലിംഗ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് എന്നാൽ നമുക്കറിയാം, എത്ര ലോഡ് എടുക്കും അല്ലേ, അല്ലെങ്കിൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയാം. ബക്ലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ബെൻഡാവുന്ന ഒരു പ്രവണതയ്ക്കാണ് ബക്ലിംഗ് എന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പൊതുവെ പറയുന്നത്, അടുത്ത പോയിന്റ് പറയുന്നത്, കോളംസ് ആർ സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ത്രൂ സെൻട്രോയിഡ്. അപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആക്സിയൽ ലോഡ് ത്രൂ സെൻട്രോയിഡിലുള്ള ആക്സിയൽ ലോഡ് വരുന്നതായിട്ടാണ് നമ്മൾ കോളംസിൽ കണക്കാക്കുക. ആ രീതിക്കായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത പോയിന്റ് പറയുന്നത്, സ്ട്രെസ് ഇൻ കോളം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. ഒരു കോളത്തിൽ സ്ട്രെസ് വരും, ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ സ്ട്രെസ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്തുള്ളൂ. സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തായിട്ട് കംപ്രഷൻ മെമ്പറിനെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഈ കാണുന്ന ഒരു കംപ്ലീറ്റ്ലി സ്റ്റീൽ സ്ട്രക്ചറായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മൾ കാണുന്നത്. അതിൽ ബീം, കോളംസ്, അതേമാതിരി സ്ലാബ് പ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മെമ്പേഴ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആ റൗണ്ട് കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്ക് കാണാം, അതാണ് കോളംസ് അല്ലേ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കോളംസിന് പകരം നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണത്. ഐ സെക്ഷൻസും അതേമാതിരി ബിൽട്ടപ്പ് സെക്ഷൻസ് എല്ലാം നമുക്കതിന് കൊടുക്കാൻ സാധിക്കും. എന്തൊക്കെ കംപ്രഷൻ മെമ്പർ ആവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് കംപ്രഷൻ മെമ്പർ നമ്മൾ മനസ്സിലാക്കുക. ഇതിനുള്ള ട്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ, റൂഫിന് നമ്മൾ കൊടുക്കുന്ന ട്രസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ സ്ട്രട്ട് എന്ന് പറയുന്ന മെമ്പർ കംപ്രഷൻ മെമ്പറായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് കംപ്രഷൻ മെമ്പർ. നമ്മൾ ഓൾറെഡി അറിയാം, നമ്മൾ കോൺക്രീറ്റിൽ പഠിച്ചിട്ടുണ്ട് കോളം കംപ്രഷൻ മെമ്പറാണ്. അത് കംപ്രസീവ് ഫോഴ്സാണ് എടുക്കുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ സ്ട്രക്ചർ കാണിച്ചു എന്നുള്ളൂ. സ്റ്റീൽ എങ്ങനെയാണ് വരുന്നത്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ്.
അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സിൽ നമ്മൾ സ്റ്റീലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുള്ളതാണ്. ആ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഒരു കംപ്രഷൻ മെമ്പറായിട്ടുള്ള കോളത്തിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക. അടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോയിൻ്റായിട്ട് പറയാം. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ് പറയുന്നത്. നിങ്ങൾ പോയിൻ്റായിട്ട് തന്നെ നോട്ട് ചെയ്യുക. 1 by 1 ആയിട്ട് ഫോട്ടോസ് കാണിക്കുന്നത് വരയ്ക്കേണ്ട, ഫിഗേഴ്സ് വരയ്ക്കേണ്ട. ഫിഗർ നമുക്ക് പറഞ്ഞു പോകാം. മുകളിലൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു എന്നുള്ളൂ. അടുത്ത പോയിൻ്റ് നോക്കുക. ദ ലോങ്ങർ ദ കോളം for the same cross section, the greater becomes tendency to buckle and smaller becomes load carrying capacity. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രഷൻ മെമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോളാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് കോളെന്ന് നമ്മൾ പറയുന്നു എന്നുള്ളൂ. കംപ്രഷൻ മെമ്പറാണെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കംപ്രഷൻ മെമ്പറിൽ അതിന് ഒരേ ക്രോസ് സെക്ഷൻ, അതായത് ഒരേ മെമ്പർ നമ്മൾ എടുക്കുക, ഒരേ ഡയമെൻഷനുള്ള മെമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം കൂടുമ്പോൾ, അതിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ബക്ലിങ്ങിനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ബക്ലിങ് എന്താണെന്ന് പറയണം. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഫോഴ്സാണ്. നമ്മളിങ്ങനെ നിവർത്തി നിൽക്കുന്ന ഒരു കോളത്തിനെ ഇത് കൺസിഡർ ചെയ്യാൻ, നീണ്ടു നിൽക്കുന്നൊരു കോളം, അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബെൻഡ് ആവുന്നതായിട്ട് കണക്കാക്കാം. അത് ബെൻഡ് ആവുന്നതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിനാണ് ബക്ലിംഗ് എന്ന് പറയുക. അപ്പോൾ നീളം കൂടുന്നതിനനുസരിച്ച് ബക്കിളാവുള്ള ടെൻഡൻസി കൂടും. നമുക്കറിയാം വളരെ ഹൈറ്റ് കൂടുതലുള്ള ആളുകൾ, നല്ല ഉയരമുള്ള ആളുകളൊന്നും ഇങ്ങനെ വളഞ്ഞ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അത് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ അങ്ങനെ ഉയരം കൂടുമ്പോഴാണെന്ന് വളയാനുള്ളൊരു ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. അപ്പോൾ മുകളിൽ ലോഡ് വരുമ്പോൾ അത് ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നീളം കൂടുമ്പോൾ ബക്ലിങ്ങിനുള്ള ചാൻസ് കൂടും. അതേപോലെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ലെങ്ത്തിൽ നമുക്ക് കോളംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. വളരെ വലിയ ലെങ്ത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. അതിനനുസരിച്ച് വലിയ മെമ്പേഴ്സൊക്കെ കൊടുത്ത് നമ്മൾ കൊടുക്കുമെങ്കിലും അവിടെ ചാൻസ് ഓഫ് ബക്ലിങ് കൂടുതലാണ്. അതായത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ടെൻഡൻസി ഓഫ് ബക്ലിങ് അല്ലെങ്കിൽ അതിൻ്റെ ബെൻഡിങ്ങിൻ്റെ കാര്യം നമുക്കതിനെ ഡിഫ്ലക്ഷനായിട്ട് കണക്കാക്കട്ടോ. നമ്മൾ ബീമിൻ്റെ കാര്യത്തിൽ ഡിഫ്ലക്ഷൻ പറഞ്ഞു, നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഡിഫ്ലക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഡിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെ ബക്ലിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത്. കോളത്തിൻ്റെ കാര്യത്തിൽ അത് വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സൈഡിലേക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബെൻഡിങ് ഉണ്ടാവുക. അതിനെയാണ് ബക്ലിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബീമൊക്കെ ആണെങ്കിൽ നമ്മളതിനെ അതിൻ്റെ ബെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സ്റ്റിഫ്നെസ്, ബെൻഡ് ആവാതെ നിൽക്കുന്നതിന് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എന്നാണ് നമ്മളവിടെ ടേം ഉപയോഗിച്ചത് ബക്ലിങ്ങിന് പകരമായിട്ട്. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ ഇവിടെയും അടുത്ത പോയിന്റിൽ പറയുന്നത് ടെൻഡൻസി ഓഫ് കോളം ടു ബക്കിൾ ഈസ് യൂഷ്വലി മെഷേർഡ് ബൈ എ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ എന്താ സ്ലെൻഡർനെസ് റേഷ്യോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സ്ലെൻഡർനെസ് റേഷ്യോ ഈക്വൽ ടു സ്പാൻ ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ. അതാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈക്വൽ ടു √5/a ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നുള്ളതെല്ലാം നമ്മളെപ്പോഴും എടുക്കുക. സ്പാൻ ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേഷൻ എടുക്കുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ കാര്യങ്ങൾ, ഡിഫ്ലക്ഷൻ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ മുന്നേ നമ്മൾ മറ്റ് കോളത്തിലെല്ലാം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എടുക്കുക എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ഒരു പോയിന്റ് പറഞ്ഞിരിക്കാൻ നോക്കുക. നെക്സ്റ്റ് പോയിൻ്റായിട്ട് എഴുതാം. എ കോളം ഈസ് മോർ ക്രിട്ടിക്കൽ ദാൻ എ ബീം ഓർ ടെൻഷൻ മെമ്പർ ബിക്കോസ് മൈനർ ഇംപെർഫെക്ഷൻസ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് ഡയമെൻഷൻ മീൻ ഗ്രേറ്റ് ഡീൽ. ഫസ്റ്റ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. കോളം മോർ ക്രിട്ടിക്കൽ, അതായത് നമ്മൾ കോളം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധ അതിന് കൊടുക്കണം എന്നുള്ള പോയിൻ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനേക്കാൾ ഒരു ടെൻഷൻ മെമ്പറിനേക്കാൾ അല്ലെങ്കിൽ ബീമിനേക്കാൾ നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിൽ ഉണ്ടാകുന്ന മെറ്റീരിയലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളൊരു കോൺക്രീറ്റ് കോളം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ കോൺക്രീറ്റ് കോളം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും 4 സൈഡിലും പെട്ടി പോലെ അടിച്ചിട്ടില്ലേ, ഫോം വർക്ക് ചെയ്തിട്ട് അതിനുള്ള കോൺക്രീറ്റ് ഫില്ല് ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസ്, ചിലപ്പോൾ ഏതെങ്കിലും ഭാഗം തള്ളിപ്പോവുക, ഉള്ളിലേക്ക് പോവുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കോളം പൊളിച്ച് കളയാൻ തന്നെ സാധ്യതയുണ്ട്. അതായത് അതിൽ വരുന്ന ഫെയിലിയറിന് സാധ്യത ബീമിനെ സ്ലാബിനെ അപേക്ഷിച്ച് കോളത്തിൽ
ഫെയിലിയേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു മോസ്റ്റ് ക്രിട്ടിക്കലായിട്ടുള്ള സെക്ഷനാണ് എന്ത് കംപ്രഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഡിഫക്റ്റ് ഉണ്ടായി, അപ്പോൾ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഭാഗത്ത് ക്രോസ് സെക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക, അല്ലെങ്കിൽ ചീപ്പർ മെറ്റീരിയൽ ഇടയ്ക്ക് കയറി വരിക, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് കുറഞ്ഞൊരു മെറ്റീരിയൽ അവിടെ വരിക, അല്ലെങ്കിൽ ഒരു പോർഷൻ്റെ ഡയമെൻഷനിൽ വ്യത്യാസം വന്നു, അതിൻ്റെ തിക്നെസ് വ്യത്യാസം വന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കമ്പയർഡ് ടു അതർ ലോഡ് ക്യാരിയിങ് സെക്ഷൻസ്. അപ്പോൾ അതിനുള്ള സാധ്യത കംപ്രഷൻ മെമ്പറിൽ കൂടുതലാണെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ദ ബെൻഡിങ് ഓഫ് ടെൻഷൻ മെമ്പർ പ്രോബബ്ലി വിൽ നോട്ട് ബി സീരിയസ് ആസ് ദ ടെൻഷൻ ലോഡ് ടെൻ ടു as the tension load tend to straighten those members, but bending of compression member is serious because compressive load will tend to magnify the bending in those members. അതായത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ടെൻഷൻ മെമ്പറിലുള്ള ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇത് ടെൻഷൻ മെമ്പറിനേക്കാളും ഫെയിലിയർ ചാൻസ് കൂടുതൽ കംപ്രഷൻ മെമ്പറിലാന്ന് പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ ടെൻഷൻ എന്താ പറഞ്ഞാൽ ഒരു വലിവാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ എപ്പോഴും ഒരു മെമ്പർ ബെൻഡായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റൻ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് അവിടെ ടെൻഷനിൽ ഉണ്ടാകുന്നത് അല്ലേ. കൂടുതൽ ടെൻഷൻ വരുമ്പോഴൊക്കെയാണ് അത് ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതിൽ ത്രോട്ടിങ് സംഭവിക്കാനുള്ള ചാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാവും ഫെയിലിയർ സംഭവിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ബെൻഡായി നിൽക്കുന്ന ലോഡ് വരുന്ന സ്ഥാനത്തിൽ നമ്മൾ ടെൻഷൻ വരികയാണെങ്കിൽ, ബെൻഡായി നിൽക്കുന്നതാണെങ്കിൽ അത് സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ടെൻഷനോട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന റബ്ബർ ബാൻഡ് ടെൻഷൻ കൊടുക്കുകയാണെങ്കിൽ വലിവാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് നിവരാനുള്ള ടെൻഡൻസിയാണ് അവിടെ കാണിക്കുന്നത്. അത് നിവർന്നിട്ടാണ് പിന്നെ അതിൽ ഫെയിലിയറിലേക്ക് കാര്യങ്ങളിലേക്ക് അത് പോവുള്ളൂ നമ്മൾ കൂടുതലായിട്ട് വലിക്കുമ്പോൾ. അപ്പോൾ അവിടെ സാധ്യത ആദ്യം വരുന്നത് സ്ട്രെയിറ്റൻ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് അവിടെ ആദ്യം കാണുന്നത്. പക്ഷേ കംപ്രസീവ് ഫോഴ്സ് വരുന്ന സമയത്ത് അതായത് ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റബ്ബർ ബാൻഡിനെ കുറിച്ച് ആലോചിക്കേണ്ട ഈ കേസിൽ, നമ്മൾ മുന്നത്തെ കേസിൽ ടെൻഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു നമ്മളൊരു കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള മെമ്പറിനെ ആലോചിക്കാം. അപ്പോൾ കുറച്ച് ബ്രിട്ടിലായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള മെമ്പർ നമ്മൾ ആലോചിക്കുമ്പോൾ കംപ്രസീവ് ഫോഴ്സ് വരുമ്പോൾ അത് ബെൻഡ് ആവാനുള്ള സാധ്യതയാണ്. കംപ്രഷൻ ഫോഴ്സ് എപ്പോഴും എന്താണ് അത് ബെൻഡ് ആവാനുള്ളൊരു സാധ്യതയാണ് കൊടുക്കുന്നത്. ടെൻഷനാണെങ്കിൽ ബെൻഡായതിനെ സ്ട്രെയിറ്റൻ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ കംപ്രഷൻ കൊടുക്കുമ്പോൾ അത് ബെൻഡാവാനുള്ള സാധ്യത കൊടുക്കുമ്പോൾ അവിടെ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഈർക്കിൽ അല്ലെ ഒരു കോല് നമ്മൾ എടുക്കാം, ആ കോലെടുത്തിട്ട് കോലിനെ നമ്മൾ വലിക്കുക, രണ്ട് സൈഡിലായിട്ട് വലിക്കുക. അപ്പോൾ ആ കോല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവല്ലേ വലിക്കുമ്പോൾ അല്ലേ. അപ്പോൾ അത് ചെറിയ വലിയ കട്ടിയില്ലാത്ത കോലാണെങ്കിൽ കൂടി അത് നമ്മൾ രണ്ട് സൈഡിലും പിടിച്ച് വലിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറയാണ്. പക്ഷേ നമ്മളതിനെ രണ്ട് എൻഡിൽ നമ്മൾ അമർത്തുക, ഫോഴ്സ് കൊടുക്കുക, കംപ്രഷൻ ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ അമർത്തുമ്പോൾ എന്താവും, അത് വളയും എന്നിട്ട് പൊട്ടിപ്പോവും അല്ലേ. നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയ കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ എക്സാമ്പിൾ തന്നെ ഒരു ഈർക്കിലിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ സംഭവിക്കുന്ന എന്താണോ ആ ഒരു കാര്യമാണ് ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. കംപ്രഷൻ വലിവ് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോൾ, ടെൻഷൻ കൊടുക്കുമ്പോൾ പൊട്ടിപ്പോള സാധ്യത കുറവാണ്. പക്ഷേ കംപ്രഷൻ കൊടുക്കുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സീരിയസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനായി മാറുന്നു കംപ്രഷൻ മെമ്പർ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്, പക്ഷേ നമുക്ക് മനസ്സിൽ എപ്പോഴും നിൽക്കേണ്ട ഒരു കാര്യമാണ്, അത് ഓർക്കുക. ഇനി കംപ്രഷൻ മെമ്പറിൽ വരുന്ന ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ളതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എങ്ങനെയെല്ലാം കംപ്രഷൻ മെമ്പർ ഫെയിൽ ആവുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ബേസിക്കലി 3 ടൈപ്സിലാണ് നമ്മൾ പറയാനുള്ളത്. ആ ബേസിക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ചില ടേമുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. പറയുന്നതാണ് ദർ ആർ 3 ബേസിക് ടൈപ്സ് ഓഫ് കോൾ ഓഫ് ഫെയിലിയേഴ്സ്. ഒന്നാമത് പറയുന്നത്, ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് എല്ലാവരും കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് കംപ്രസീവ് മെറ്റീരിയൽ ഫെയിലിയർ. ഫസ്റ്റ് പറയുന്നത് കംപ്രസീവ് മെറ്റീരിയലിൻ്റെ ഫെയിലിയറാണ്. നമ്മളൊരു കോളം എടുക്കുക, ആ കോളം നമ്മളെടുക്കുമ്പോൾ ചെറിയ കോളം വിചാരിക്കുക, ഷോർട്ട് കോളം, വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു കോളമാണ്. അതിൽ അമർത്തൽ വരുന്നു. അപ്പോൾ അതിൽ ഈ മെറ്റീരിയൽ ഫെയിൽ ആവുക. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് കോളമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലെ കോൺക്രീറ്റ് എല്ലാം പൊട്ടിപ്പോവുക, നന്നായിട്ട് അമർത്തുമ്പോൾ അത് പൊട്ടിപ്പോകുന്നതായിട്ട് നമ്മൾ ആലോചിക്കാം. അതാണ് ഒരു ടൈപ്പുള്ള ഫെയിലിയർ. അല്ലെങ്കിൽ സ്റ്റീൽ കോളാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അല്ലേ, ഒരു ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് അമർത്തുമ്പോൾ അത് ക്രംബിളാവും അല്ലെങ്കിൽ അത് ക്രഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ അത് ക്രഷായി പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ആണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് എന്ത് ചെയ്യും, ഫെയിലിയർ സംഭവിക്കും, മെറ്റീരിയൽ ഫെയിലിയർ സംഭവിക്കും.
ഈ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ബക്ലിംഗ് ഫെയിലിയർ. നമ്മൾ മുന്നേ ബക്ലിംഗ് എന്നുള്ള ടേം പറഞ്ഞു. അത് ലോങ് ആൻഡ് സ്കിന്നി കോളമാണ്. ആദ്യത്തെ നമ്മൾ ഷോർട്ട് ആൻഡ് ഫാറ്റ് കോളത്തിൻ്റെ കാര്യത്തിലാണ് ഒന്നാമത്തെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ബക്ലിംഗ് ഫെയിലിയർ ലോങ് ആൻഡ് സ്കിന്നി കോളമാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. ലോങ് ആൻഡ് സ്കിന്നി കോളം, അതായത് കട്ടി കുറഞ്ഞ കോളം ലെങ്ത്ത് കൂടിയ കോളത്തിനാണ് ബക്ലിങ്ങിന് ചാൻസ് കുറവെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കോളത്തിനാണ് ബക്ലിംഗ് ഫെയിലിയർ ഉണ്ടാവുക. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് ബെൻഡാവുക, എന്നിട്ട് അത് പൊട്ടിപ്പോവുക. അതിനാണ് ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയാം. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കംപ്രസീവ് ആൻഡ് ബക്ലിംഗ് ഫെയിലിയർ. അതായത് ഒരു ഇപ്പം ഈ പറഞ്ഞ വെരി ലെങ്ത്തുള്ള കോളമല്ല, അതേമാതിരി വളരെ ഫാറ്റ് ആയിട്ടുള്ള കോളമല്ല, അതിൻ്റെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള നമ്മൾ സാധാരണ സ്ട്രക്ചേഴ്സിലൊക്കെ ഈ രണ്ട് ഫെയിലിയേഴ്സിൻ്റെയും കോമ്പിനേഷനാണ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. ബെൻഡാവും ചെയ്യാം, അതായത് മെറ്റീരിയലിന് ഫെയിലിയർ ഉണ്ടാവും ചെയ്യാം. അപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് കംപ്രസീവ് ആൻഡ് ബക്ലിംഗ് ഫെയിലിയർ ആണ്. അതിൽ പറയുന്നത് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് കോളം ഈസ് ഇൻ ബിറ്റ്വീൻ ഷോർട്ട് ആൻഡ് ഫാറ്റ് ആൻഡ് ലോങ് ആൻഡ് സ്കിന്നി കോളം. അതായത് മുകളിൽ പറഞ്ഞ രണ്ട് കേസുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കേസാണ് മൂന്നാമതായിട്ട് പറയുന്നത്. അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള കേസാകുമ്പോൾ എന്ത് സംഭവിക്കാം? രണ്ട് തരത്തിലുള്ള ഫെയിലിയറും സംഭവിക്കാം. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന കോളങ്ങളിലൊക്കെ രണ്ട് തരത്തിലുള്ള ഫെയിലിയറും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലാണ് യൂഷ്വലി എന്ത് പറയുക, ബേസിക്കലി നമുക്ക് ഫെയിലിയർ പറയാൻ സാധിക്കുക. ഈ നമുക്ക് ഫെയിലിയറിൽ മെയിനായിട്ട് പറയാനുള്ളത് കംപ്രഷൻ മെമ്പറിലെ ബക്ലിംഗ് ഫെയിലിയർ തന്നെയാണ്. ബക്ലിംഗ് ഫെയിലിയറിനെ കുറിച്ച് നോക്കാം, അതിൻ്റെ ചില ടൈപ്സ് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ഫ്ലക്ചറൽ ബക്ലിംഗ് ആണ് പറയുന്നത്. ഓൾസോ കാൾഡ് ഊളർ ബക്ലിംഗ് എന്ന് പറയും. ഊളറാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുള്ളത് കൊണ്ട് അതിന് ഊളർ ബക്ലിംഗ് എന്നും പറയാറുണ്ട്. അത് പറയുന്നതാണ് എന്താ എഴുതിക്കുക നോക്കുക. ഇസ് ദ പ്രൈമറി ടൈപ്പ് ഓഫ് ബക്ലിംഗ്. ഒരു പ്രൈമറി ടൈപ്പ് ഓഫ് ബക്ലിംഗ് ആണ്. മെമ്പേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ഓർ ഫ്ലക്ചർ വെൻ ദേ ബിക്കം അൺസ്റ്റേബിൾ. അതായത് നമ്മളൊരു മെമ്പറിൽ ഇപ്പോൾ ലെങ്ത്ത് കൂടിയ ടൈപ്പ് മെമ്പറൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലോങ് ആയിട്ടുള്ളൊരു കോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റബ്ബർ പ്രസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു ചെറുതാകുമ്പോൾ, അല്ലേ, റേസർ പ്രസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആ റേസർ പ്രസ് ചെയ്യുമ്പോൾ നീളം കൂടിയ റേസറാണെങ്കിൽ അത് പെട്ടെന്ന് ബെൻഡ് ആവാനുള്ള സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ. ഈ നീളം കുറഞ്ഞ റേസറാണെങ്കിൽ അതിങ്ങനെ ക്രഷ് ആവും, ഇങ്ങനെ നീളം കുറച്ച് കുറയുന്നതായിട്ട് കാണുള്ളൂ, അത് ബെൻഡ് ആവില്ല. അപ്പോൾ അതേപോലെ ലെങ്ത്ത് കൂടിയതാണെങ്കിൽ ലെങ്ത്ത് കൂടുമ്പോഴാണ് നമ്മൾ ബക്ലിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫ്ലെക്ചറൽ ബക്ലിംഗ് എന്താണ്? പ്രൈമറി ടൈപ്പ് ഓഫ് ബക്ലിംഗ് ആണ്. അപ്പോൾ ഒരു ഫ്ലെക്ചർ അല്ലെങ്കിൽ ബെൻഡിങ് ഉണ്ടാകുമ്പോൾ സ്റ്റിഫായിട്ടല്ലാതെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബക്ലിങ്ങിനാണ് എന്ത് പറയുക, ഫ്ലെക്ചറൽ ബക്ലിംഗ് എന്ന് പറയുക. താഴത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഒരു സിംപ്ലി സപ്പോർട്ട് കോൾ, രണ്ട് സൈഡിലും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കോളാണ്. അതിൽ ആക്സിയൽ ലോഡ് വരികയാണ്. ലോഡ് മുകളിൽ നിന്ന് പി ലോഡ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലോഡ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോളത്തിന് ഇതെങ്ങനെ ബെൻഡിങ് ഉണ്ടാവും, എങ്ങനെ നിൽക്കുന്ന കോളം ഈ രീതിക്ക് ഒരു ബെൻഡിങ് സംഭവിക്കുന്നു, അല്ലേ. അപ്പോൾ ആ ബെൻഡിങ്ങിനാണ് ഈ ഭാഗത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നേരെയാവും, സ്ട്രൈറ്റ് ആവും, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ബെൻഡിങ്ങിനാണ് ബക്ലിംഗ് എന്ന് പറയാം. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസിലുള്ള ഒരു ചാനൽ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്, സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുന്ന ഒരു ചാനൽ സെക്ഷനാണ്. ആ ചാനൽ സെക്ഷനിൽ ഇതേമാതിരി കംപ്രസീവ് ലോഡ് വരുമ്പോൾ അത് ബക്കിലായിരിക്കും നോക്കുക. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് ബെൻഡായി, അല്ലേ, ഈ ഭാഗത്ത് ബെൻഡായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനാണ് ഇത് പറയാം ഫ്ലെക്ചറൽ ബക്ലിംഗ് എന്ന് പറയാം. ആ കാര്യം ടേം ഒന്ന് ആലോചിക്കാം. അടുത്ത് ലോക്കൽ ബക്ലിംഗ് ആണ് പറയുന്നത്. ലോക്കൽ ബക്ലിംഗ് അത് പറയുന്നത് ദിസ് ഒക്കേഴ്സ് വെൻ സം പാർട്ട് ഓഫ് cross section of a column so thin that they buckle locally in compression before other modes of buckling can occur. അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലെക്ചറൽ ബക്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഫ്ലെക്ചറൽ ബക്ലിങ്ങെല്ലാം ആക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു സൈഡ് നമ്മളൊരു കംപ്രഷൻ മെമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു വീക്കർ സെക്ഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് അവിടെ കുറച്ച് ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ, നമ്മൾ കോൺക്രീറ്റ് കോളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ അത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഏതെങ്കിലും ഭാഗം കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഫോം വർക്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗം കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാവും. ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് ഫെയിലിയർ സംഭവിക്കും. ഇനി നമ്മൾ സ്റ്റീൽ കോളം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ
നമ്മൾ ത്രൂ റോളിംഗ് ആണ് എന്ത് ചെയ്യുക, സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ ഫോം ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രഷൻ മെമ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്പറിന് എന്തെങ്കിലും റോളിങ്ങിൻ്റെ സമയത്ത്, അതായത് അതിൻ്റെ മാനുഫാക്ചർ സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗം വീക്കറായിട്ട് അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ആദ്യം കംപ്രഷൻ വരുമ്പോൾ ആ ഭാഗത്ത് ആദ്യം ഫെയിലിയർ സംഭവിക്കും അല്ലേ, അവിടെ ആദ്യം പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനാണ് എന്ത് പറയുക, ലോക്കൽ ബക്ലിംഗ് എന്ന് പറയുന്നത് ഓർക്കുക. അടുത്ത് ടോർഷണൽ ബക്ലിംഗ് ആണ് പറയുന്നത്. ദിസ് കോളം ഫെയിൽ ബൈ ട്വിസ്റ്റിംഗ് ഓർ ടോർഷൻ ഓർ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ടോർഷൻ ആൻഡ് ഫ്ലെക്സറൽ ബക്ലിംഗ്. അതായത് ടോർഷണൽ ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റിംഗ് സംഭവിച്ചിട്ട് ഈ ടോർഷൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സെൻട്രിക് ലോഡെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടോർഷണൽ എഫക്റ്റ് അല്ലെങ്കിൽ റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാകുന്ന ഫെയിലിയറിനാണ് എന്താ പറയുക, ടോർഷണൽ ബക്ലിംഗ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു പേപ്പർ റോള് കയ്യിലെടുത്ത്, ഇപ്പോൾ നമ്മൾ പേപ്പർ റോൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, ആ പേപ്പർ റോൾ എടുത്ത് ഒന്നും കൂടി നമ്മൾ ഫോഴ്സ് കൊടുക്കുക, റോൾ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി നമ്മൾ അമർത്തി ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ക്രഷ് ആവും അല്ലെ, ക്രംബിളാവും. അപ്പോൾ ആ രീതിക്ക് ഫെയിൽ ആവുന്നതിനാണെന്ന് പറയുക ടോർഷണൽ ബക്ലിംഗ് എന്ന് പറയുക. അപ്പോൾ അതിലെന്ത് ഉണ്ടാവും, കംപ്രഷൻ വരുമ്പോൾ ഫ്ലെക്സറൽ ബക്ലിംഗ് അവിടെ സംഭവിക്കും, മുകളിൽ നിന്ന് ലോഡ് വരുന്നതുകൊണ്ടുള്ള ബെൻഡിങ് അവിടെ സംഭവിക്കും, അതേപോലെ ടോർഷനും കൂടി ഉണ്ടാവും. ഈ രണ്ടും കൂടി ആകുമ്പോൾ ഒരു ട്വിസ്റ്റിംഗ് ഫെയിലിയറാണ് അവിടെ സംഭവിക്കുക. ഇതിനാണ് എന്താ പറയുക, ടോർഷണൽ ബക്ലിംഗ് എന്ന് പറയുക എന്നുള്ള ടേം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ടൈപ്സ് പറയുകയാണ്. ജസ്റ്റ് ഫിഗേഴ്സ് വരച്ച് വയ്ക്കുക, ഓർത്ത് വയ്ക്കുക, അത്രേ നമുക്ക് ചെയ്യാവുള്ളൂ. നമ്മൾ കുറേ റോൾ സെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം മിക്കവാറും എല്ലാ സെക്ഷൻസും നമ്മൾ കംപ്രഷൻ മെമ്പറായിട്ട് യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. കുറച്ച് ലോഡ് ക്യാരിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സെക്ഷൻസ് യൂസ് ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ സെക്ഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന കംപ്രഷൻ മെമ്പേഴ്സിൽ യൂഷ്വലി നമ്മൾ കാണുന്ന എല്ലാം ഉണ്ട്. ഒന്നാമത് ആംഗിളാണ്, സിംഗിൾ ആംഗിൾ കൊടുത്തിരിക്കുന്നു. രണ്ടാമത് ഡബിൾ ആംഗിൾ കൊടുത്തിരിക്കുന്നു. മൂന്നാമത് ടി സെക്ഷൻ കൊടുത്തിരിക്കുന്നു. ചാനൽ സെക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കംപ്രഷൻ മെമ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, അടുത്തത് കോളം, ഡബ്ല്യു കോളം എന്ന് പറഞ്ഞാൽ വെൽഡഡ് കോളം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഡബ്ല്യു എന്നുള്ളതുകൊണ്ട് ഫിഗറിൽ പേര് കൊടുത്താണ്. നിങ്ങളത് ഐ സെക്ഷൻ അല്ലെങ്കിൽ കോളം സെക്ഷൻ എന്നോ മാത്രം എഴുതുക. ഓക്കെ, ഇത് കൺഫ്യൂസിങ് ആണ് ഈ ഒരു ടേം, ഈ ഒരു ഡബ്ല്യു എന്നുള്ളത്. എന്തെങ്കിലും ഇങ്ങനെ എഴുതാം, ഐ സെക്ഷൻ അല്ലെങ്കിൽ ഐ കോളം എന്ന് എഴുതി വയ്ക്കുക. ഐ സെക്ഷൻ നമ്മൾ യൂഷ്വലി പറയുക. വെൽഡഡ് ഐ സെക്ഷൻ എന്നുള്ളതുകൊണ്ടായിരിക്കും ഡബ്ല്യു കോളംസ് എന്ന് കൊടുത്തിട്ടുള്ളത്. വെൽഡഡ് സെക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആസ് പെർ കോഡ് നമ്മൾ വെൽഡഡ് സെക്ഷൻസ് എന്ന് പറയാറുണ്ട്. വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത സെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കും. അതിന് ബിൽട്ട് അപ്പ് സെക്ഷൻസ് എന്നാണ് യൂഷ്വലി പറയുക, ഒന്നിലധികം മെമ്പേഴ്സ് യൂസ് ചെയ്തത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് പൈപ്പുകളാണ്. പൈപ്പ് ഓർ റൗണ്ട് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ട്യൂബ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കുകയാണ്, ഒരു ട്രസ് വർക്ക് ചെയ്തൊരു ഷെഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പില്ലറുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കോളംസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള പൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി അടുത്തായിട്ട് കാണിക്കുന്ന സ്ക്വയർ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ സ്ക്വയർ ട്യൂബ്സ് അല്ലെ, സ്ക്വയർ പൈപ്പുകൾ നമ്മൾ ഇതേമാതിരി വീട്ടിൽ റൂഫിനൊക്കെ ഇടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഇതേപോലുള്ള പൈപ്പുകൾ, സ്ക്വയർ പൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ മെമ്പേഴ്സാണ്. ഇനി അടുത്ത പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ട്യൂബ്സാണ്. റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ട്യൂബ്സ് ഉപയോഗിക്കുന്നു. പിന്നെ ബോക്സ് സെക്ഷൻസ് ഉപയോഗിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബോക്സ് സെക്ഷൻ നോക്കുക. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ബോക്സ് സെക്ഷൻ ഇതൊരു ബിൽട്ടപ്പ് സെക്ഷനാണ്. എന്താ ബിൽട്ടപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടൈപ്പ് മെമ്പേഴ്സിനെ ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ് ബിൽട്ടപ്പ് സെക്ഷൻസ്. നമ്മളെപ്പോഴും കംപ്രഷൻ മെമ്പറായിട്ട് ബിൽട്ടപ്പ് സെക്ഷൻസ് എല്ലാം യൂസ് ചെയ്യും. കാരണം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മെമ്പറാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ക്രിട്ടിക്കൽ മെമ്പറിൽ ആ ക്രിട്ടിക്കലായിട്ട് ലോഡ് ക്യാരി ചെയ്യാൻ, അതിൽ ഫെയിലിയർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിൽട്ടപ്പ് സെക്ഷനാണ് യൂഷ്വലി ഉപയോഗിക്കുക. അതായത് ഒന്നിലധികം സെക്ഷൻസ് യൂഷ്വലി വെൽഡ് ചെയ്ത് വെച്ചിട്ട്, അത് തമ്മിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ 4 ആംഗിൾ ബോക്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 4 ആംഗിളുകൾ ഉപയോഗിച്ചുള്ളൂ. അതായത് എൽ സെക്ഷൻസ് അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻ കാണാൻ നമുക്ക് 4 സൈഡിലും ഇവിടെ 4 ആംഗിളുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ആംഗിളുകൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേറ്റ് സെക്ഷൻസ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡോട്ടഡായിട്ട് കാണിച്ചിരിക്കുന്ന മെമ്പേഴ്സ് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ബിൽട്ടപ്പ് സെക്ഷൻ നമ്മളതിനെ പറയുന്നത്. നമുക്ക് കൂടുതലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അത് അങ്ങനെ ബിൽട്ടപ്പ് സെക്ഷനാണ്. അടുത്ത ബോക്സ് സെക്ഷൻ, രണ്ടാമതായിട്ട് കാണിക്കുന്നത് ബോക്സ് സെക്ഷൻ 2 ചാനൽ സെക്ഷനും
പിന്നെ അതിലേക്ക് പ്ലേറ്റ് സെക്ഷൻസ് വെൽഡ് ചെയ്ത് വെക്കുന്നതാണ് കാണുന്നത്. വീണ്ടും അടുത്ത ബോക്സ് സെക്ഷനിൽ എന്താണ് വീണ്ടും 2 ചാനൽ സെക്ഷനാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചേക്കാണ്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ പ്ലേറ്റ് സെക്ഷൻസ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ബിൽട്ടപ്പ് സെക്ഷനാണ്. പിന്നെ അടുത്ത കംപ്രഷൻ മെമ്പർ കുറേ പറയുന്നത് ഫസ്റ്റ് വൺ W ടേം ഒക്കെ ഐ സെക്ഷൻ ആക്കുക. അവിടെ ഐ വിത്ത് കവർ പ്ലേറ്റ്സ് ഐ സെക്ഷനാണ് നമ്മൾ യൂഷ്വലി അതിനെ പറയുക. ബീം സെക്ഷൻ ഐ സെക്ഷൻ എന്നല്ലാണ് നമ്മളതിനെ പറയാൻ. വെൽഡഡ് ഐ സെക്ഷൻ എന്നുള്ള W ആണോ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ W എന്ന് പറഞ്ഞിടത്തൊക്കെ നിങ്ങൾ ഐ സെക്ഷൻ എന്ന് ഉപയോഗിക്കുക. അതാണ് നമുക്ക് കൺഫ്യൂഷൻ അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ഐ സെക്ഷൻ വിത്ത് കവർ പ്ലേറ്റ്സ്. കവർ പ്ലേറ്റ് മുകളിൽ കവർ പ്ലേറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽഡ് ചെയ്ത് ബോൾട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കണക്ഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ വിത്ത് കവർ പ്ലേറ്റ് ഐ സെക്ഷൻ വിത്ത് കവർ പ്ലേറ്റാണ് ഒന്നാമത് കാണിച്ചുള്ളത്. രണ്ടാമതായിട്ട് ഐ സെക്ഷൻ വിത്ത് ചാനൽ. 2 എൻഡിലും ഇവിടെ കാണാം നമുക്ക്. രണ്ടാമത്തേൽ 2 എൻഡിലും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ചാനൽസാണ് കൊടുത്തിരിക്കുന്നത്. ഐ സെക്ഷൻ്റെ പോലെ ചാനൽസ് ഐ സെക്ഷൻ്റെ കൂട്ടത്തിൽ. പിന്നെ അടുത്തൊരു ബിൽട്ടപ്പ് സെക്ഷൻ. അതിന് ബിൽട്ടപ്പ് സെക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലേറ്റും 4 ആംഗിൾസും കൂടിയിട്ടുള്ള ഒരു സെക്ഷനാണത്. അതൊരു ബിൽട്ടപ്പ് സെക്ഷനാണ്. അടുത്ത് നോക്കുക, ഒരു പ്ലേറ്റും 4 ആംഗിൾസും അതിൻ്റെ കൂടെ ടോപ്പിൽ 2 പ്ലേറ്റുകളും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബിൽട്ടപ്പ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ബിൽട്ടപ്പ് സെക്ഷൻസ്, അതായത് ഒന്നിലധികം മെമ്പേഴ്സിനെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ഒന്നിലധികം മെമ്പേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബിൽട്ടപ്പ് സെക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന കംപ്രഷൻ മെമ്പേഴ്സ്. ബിൽട്ടപ്പ് സെക്ഷൻസാണ് കാണിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് സെക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന് റെഫർ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് മെമ്പേഴ്സിനെ ജസ്റ്റ് എഴുതി വയ്ക്കുക. അടുത്ത ബക്ലിങ്ങിന് എക്സാമ്പിളാണ്. എന്താണ് ബക്ലിംഗ്? നമ്മൾ പറഞ്ഞു ബെൻഡിങ്ങിനാണ് ബക്ലിംഗ് എന്ന് പറയുക. ജസ്റ്റ് ഒരു ബക്ലിങ്ങിൻ്റെ ഫിഗർ കണ്ടപ്പോൾ ഇത് ആഡ് ചെയ്തതാണ്. എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ബെൻഡാക്കുന്നു. ഇതാ നോക്കുക, ഒരു ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ ഒരു കോലാണ്, ജസ്റ്റ് ഒരു സ്റ്റിക്കാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ കൂടി ഫിഗർ കണ്ടപ്പോൾ എടുത്ത് വെച്ചു എന്നുള്ളൂ. ജസ്റ്റ് ഒന്നാമത്തെ കാര്യം, ഒരു കോലിങ്ങനെ എടുത്തേക്കാണ്. അതിൻ്റെ മുകളിൽ ഒരു കൈ കാണാൻ നിൽക്കല്ലേ, ഇവിടെ ഒരു കൈ കാണുന്നില്ലേ, ആ കൈ എന്ത് ചെയ്യുന്നുണ്ട് പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചതിന് ബെൻഡിങ് സംഭവിച്ചു. രണ്ടാമതായിട്ടൊരു നമ്മളെ വാളാണ് അല്ലേ, ഒരു സോ ആണ്, മരമൊക്കെ മുറിക്കുന്ന ടൈപ്പിലുള്ള. അപ്പോൾ അതിനും ഇതേമാതിരി തന്നെ അതും എന്ത് ചെയ്യുന്നുണ്ട്, മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്, താഴേക്ക് അമർത്തുന്നുണ്ട്. താഴേക്കാണ് ലോഡ് കൊടുക്കുന്നത് അല്ലെ, കംപ്രഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബെൻഡിങ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത ഒരു നമ്മുടെ T സ്കെയിലാണ്. ആ T സ്കെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ മുകളിൽ നിന്ന് ഫോഴ്സ് കൊടുത്തു. താഴേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, മുകളിൽ നിന്ന് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കംപ്രഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനും ബെൻഡിങ് ഉണ്ടാവും അല്ലേ. നമുക്ക് വളച്ച് നോക്കാൻ പറ്റിയ സാധനമാണ് T സ്കെയിൽ. വളച്ച് പൊട്ടിക്കരുത്. അപ്പോൾ അത് ബെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ബെൻഡിങ്ങിനാണ് എന്ത് പറയുക, ബക്ലിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. ആ കാര്യം ഒന്ന് ജസ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഫിഗർ കാണിച്ചത്. ഓക്കെ, ഫിഗർ വരച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്ത പറയുന്നത് ബക്ലിംഗ്. നമ്മൾ ബക്ലിംഗ് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കതിൽ ബക്ലിംഗ് ക്ലാസ്സുകളെ കുറിച്ച് പറയാം. നമ്മൾ ആസ് പെർ കോഡ് ഈ ബക്ലിംഗ് പല തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ ബക്ലിംഗ് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണെന്ന് നോക്കാം. ഇംപെർഫെക്ഷൻസ് ഓഫ് ഫാബ്രിക്കേഷൻ റിസൾട്ട്സ് ഇൻ ടു ആക്സിഡൻ്റൽ എക്സെൻട്രിസിറ്റി ലാർജർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കംപ്രഷൻ മെമ്പർ. ബേസ്ഡ് ഓൺ ദിസ് ബക്ലിംഗ് ടെൻഡൻസി വേരീസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മെമ്പറാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കംപ്രഷൻ മെമ്പേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടു. അപ്പോൾ അതിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ടെൻഡൻസി ഓഫ് ബക്ലിംഗ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചാനൽ സെക്ഷൻ ഉപയോഗിക്കുന്ന പോലെ ആവില്ല ബക്ലിംഗ് സംഭവിക്കുക ഐ സെക്ഷൻ ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ പല വേരിയേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിനെ ഡിഫറെൻറ്റ് ബക്ലിംഗ് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ബക്ലിങ്ങിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം. ഇത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ബക്ലിംഗ് ടെൻഡൻസി വേരി ചെയ്തിട്ടുണ്ട്. ആ ടെൻഡൻസിക്ക് അനുസരിച്ച് ഇതിനെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് തിരിച്ചത് നമ്മൾ IS 800 കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചുള്ളത് എങ്ങനെയാണ്, ബക്ലിംഗ് ക്ലാസ് A, B, C and D ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബക്ലിംഗ് ക്ലാസ്സുകൾ എന്നാണ് അതിന് പറയുക. ബക്ലിംഗ് ക്ലാസ് A, B, C and D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് നമുക്കിത് ഓരോന്നും എങ്ങനെ കൊടുക്കുന്നത് കാണാതെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ടേബിൾ നമ്പർ 10 IS കോഡിൽ ടേബിൾ നമ്പർ 10 എന്ത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ടേബിൾ നമ്പർ 10 ഒന്ന് കാണാം. ഇത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല മേ ബി, പക്ഷേ
കോഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. കോഡിൽ ടേബിൾ നമ്പർ 10 നോക്കുക. ക്ലോസ് 7.1.2.2 ആണെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ 10 എല്ലാവരും ഒന്ന് നോക്കുക. കോഡ് IS 800 എടുത്തിട്ട് ടേബിൾ 10 കൊടുക്കാം. ഇതായി കാണുന്നതാണ് ടേബിൾ 10. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെമ്പേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് I സെക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. രണ്ടാമത്തെ അല്ലേ കാണുന്നില്ലേ, ഓരോരോ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. I സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ബിൽട്ടപ്പ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സർക്കുലർ സ്ക്വയർ സെക്ഷൻസൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ഒരു വെൽഡഡ് ബിൽഡപ്പ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽസ്, ആംഗിൾസ്, T സെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് മെമ്പേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ബക്ലിംഗ് ഗ്ലാസ് തിരിച്ചറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒന്ന് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വരുന്നവ നന്നാവാ തോന്നുക. അപ്പോൾ അതിൽ ഓരോന്നും ഏത് ബക്ലിംഗ് ക്ലാസ്സിലാണ് പെടുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് പറയുക. ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ ബക്ലിംഗ് ക്ലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബക്ലിംഗ് ക്ലാസ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ലാസ്റ്റ് കോളത്തിൽ ABCD എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ മെമ്പേഴ്സും ഓരോ കണ്ടീഷനിലും ഏത് ബക്ലിംഗ് ക്ലാസ്സിലാണ് വരുന്നതെന്നുള്ളതെല്ലാം നമുക്ക് ഈ ടേബിളിൽ നിന്ന് ടേബിൾ 10 നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ബക്ലിംഗ് ക്ലാസ് മനസ്സിലാക്കണം എന്തിനാ വെച്ചാൽ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് എല്ലാം കാണാൻ വേണ്ടിയുള്ള കോളംസ് ഉണ്ട്. ചില കോളംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടേബിൾ 9 എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഏത് ബക്ലിംഗ് ക്ലാസ് ആണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം, എന്നിട്ടേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ക്രോസ് സെക്ഷനെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് തിരിച്ചതാണ് ബക്ലിംഗ് ക്ലാസ് എന്നുള്ളത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതെന്തിനാണ് ആവശ്യം വരുന്നത് നമുക്ക് തുടർന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ABCD ആണ് ക്ലാസ്സുകൾ തിരിച്ചുള്ളത്. അത് ടേബിൾ 10 അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തുള്ളത് എന്നുള്ള കാര്യം ക്ലിയർ ആക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ബാക്കി എല്ലാ ടേംസിലും നമ്മൾ എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ബാക്കി എല്ലാ മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള കോഡ് സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കംപ്രഷൻ മെമ്പറിൻ്റെ എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KL എന്ന് തന്നെയാണ് എഫക്റ്റീവ് ലെങ്ത്ത് നമ്മൾ യൂഷ്വലി നൊട്ടേറ്റ് ചെയ്യുക. അതിൽ L എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ലെങ്ത്ത് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എഫക്റ്റീവ് ലെങ്ത്ത് KL ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ആക്ച്വൽ ലെങ്ത്ത് L എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കോൺക്രീറ്റിൻ്റെ എടുത്തപ്പോൾ നിങ്ങൾ ടേബിൾ പഠിച്ചിരിക്കുന്ന ഓർക്കുന്നുണ്ടാവും. കോൺക്രീറ്റിൻ്റെ കേസിൽ ടേബിൾ നമുക്ക് ഉണ്ടായിരുന്നു. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ എൻഡ് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. ഇവിടെ അതേപോലെ തന്നെയാണ് എൻഡ് കണ്ടീഷൻസ് തന്നെയാണ്, ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ എൻഡ് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക, എഫക്റ്റീവ് സ്പാൻ എത്രയാണെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നമ്മൾ പറയാം എൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 11 ആണ്. ടേബിൾ 11 IS കോഡിലെ ടേബിൾ 11 അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് കണ്ടീഷൻസ് നമുക്ക് കാണാൻ പറ്റും. എൻഡിൽ ഇതിൻ്റെ എൻഡിലെ ഡിഫ്ലക്ഷൻസ് കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ കോൺക്രീറ്റ് സെക്ഷനേക്കാളും ചില വ്യത്യാസങ്ങളുണ്ടാകും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എൻഡ് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ടേബിൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിലാണ് ടേബിൾ. അതിൽ ഓരോ എൻഡ് കണ്ടീഷൻസും പറയുന്നുണ്ട്. അറ്റ് 1 എൻഡ് ഇവിടെ കോളംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് എൻഡിലെ, ഇതാണ് സെക്കൻഡ് എൻഡിലെ. അതിൽ തന്നെ വരുന്ന ഫോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ ഫോഴ്സും റൊട്ടേഷൻ ഫോഴ്സും ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം, ട്രാൻസാക്ഷൻ എങ്ങനെ, റൊട്ടേഷൻ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഓരോ കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ളത് കാണുന്നുണ്ട്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഫിഗർ നമുക്ക് നോക്കിയാൽ എന്താണ്, ഒരു എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഒരു എൻഡ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ട്രാൻസ്ലേഷൻ അതായത് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ റൊട്ടേഷനോ ഒന്നും സംഭവിക്കുന്നില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് പോയിന്റിൽ ഒരു എൻഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷനും അതേപോലെ റൊട്ടേഷനും. ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് എൻഡിൽ ട്രാൻസ്ലേഷൻ അതേപോലെ റൊട്ടേഷൻ, ഇത് രണ്ടും എന്താണ്, റീസ്ട്രെയിൻഡ് എന്നാണ് കൊടുത്തുള്ളത്. റീസ്ട്രെയിൻഡ് എന്നുള്ള വാക്ക് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടുള്ളതാണ്. പിടിച്ചു വയ്ക്കുക, അതാണ് റീസ്ട്രെയിൻഡ് അല്ലേ. അപ്പോൾ രണ്ട് എൻഡ് അവിടെ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് അത് റീസ്ട്രെയിൻഡ് ആണെന്ന് പറയുന്നുണ്ട്. അതർ എൻഡ്, രണ്ടാമത്തെ എൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങളും ട്രാൻസാക്ഷൻ അതേപോലെ റൊട്ടേഷൻ എന്താണ്, ഫ്രീ ആണ്. എന്താണ്, ആ എൻഡ് ഫ്രീ ആയിട്ട് വെച്ചേക്കുക. അതിന് യാതൊരു തരത്തിലുള്ള ഹിഞ്ച് കണക്ഷനോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കണക്ഷനോ ഒന്നുമില്ല. അപ്പോൾ റോളർ കണക്ഷനോ ഒന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടീഷൻസാണ് അവിടെ പറഞ്ഞുള്ളത്. അതുപോലെ ഓരോ കണ്ടീഷൻ, രണ്ടാമതായിട്ട് വരുന്നത് ഒരു എൻഡ് ഹിഞ്ചും അടുത്ത എൻഡ് റോളറുമാണ്.
അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പർ എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കത് തീരുമാനിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്കെന്ത് ചെയ്യാം, എത്രയാണ് എഫക്റ്റീവ് ലെങ്ത് വരുന്നത്, ലാസ്റ്റ് കോളത്തിൽ എഫക്റ്റീവ് ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കോളത്തിൽ ആ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കേസാണെങ്കിൽ 2L ആണ്, അല്ലെ 2 ഇൻറ്റു ആക്ച്വൽ ലെങ്ത്ത്, അതാണ് എന്ത് എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ കെ വരുന്ന കെ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ വാല്യൂ മാറി മാറി വരും, അല്ലേ. അതിനനുസരിച്ച് എത്രയാണോ എഫക്റ്റീവ് ലെങ്ത് ഉള്ളതും മാറി മാറി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കാണാം. അത് ടേബിൾ 11 എന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആലോചിക്കാം. എങ്ങനെ ഓരോന്ന് കണ്ടീഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് തുടർന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഡിസൈൻ സ്റ്റെപ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഡിസൈൻ ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞിട്ട് നമ്മൾ PD എന്നാണ് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ പറയുക. ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ നമ്മൾ PD എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലോസ് 7.1.2 കൊടുത്തുള്ളത്. അവിടെ കാണാം P<PD എന്ന് കൊടുത്തിട്ടുണ്ടാകും. P എന്ന് പറഞ്ഞാൽ വരുന്ന ലോഡ് ആണ്, അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് വരുന്ന ലോഡിനേക്കാളും വർക്കിംഗ് ലോഡിനേക്കാളും വലുതായിട്ടാണ് നമ്മൾ ഡിസൈൻ ലോഡ് എടുക്കേണ്ടെന്ന കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നു. പിന്നെ താഴെയായിട്ട് അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. PD = AE × FCD എന്ന് കൊടുത്തിട്ടുണ്ട്. A × FCD = PD എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ ഇക്വേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ ഓരോ ടേമും എന്താണെന്നുള്ളത്, PD ആണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു. അതിൽ AE എന്താണെന്ന് പറഞ്ഞിട്ട് എഫക്റ്റീവ് സെഷണൽ ഏരിയ ആസ് ഡിഫൈൻഡ് ഇൻ ഏത് ക്ലോസിലാണ് AE എന്താണെന്നുള്ളത് കൊടുത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു FCD എന്താ പറയുന്നത്, ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് ഒബ്റ്റൈൻഡ് ആസ് പെർ 7.1.2.1 രണ്ടിനുള്ള ക്ലോസുകൾ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് AEയും FCDയും കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് സെഷണൽ ഏരിയ എന്നുള്ളത് ക്ലോസ് 7.3.2 കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ക്ലോസ് ജസ്റ്റ് കാണിക്കുകയാണ്. ആ ക്ലോസ് നോക്കുക, അത് മനസ്സിലാക്കി വയ്ക്കുക. ടോട്ടൽ സെഷണൽ ഏരിയയാണ് AE എന്ന് പറയുക. അത് എന്താണ്, നമ്മൾ ബിൽട്ടപ്പ് സെക്ഷനാണ്, ഒരു ഐ സെക്ഷനും 2 പ്ലേറ്റ് സെക്ഷൻസുമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെ അങ്ങനെ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ക്രോസ് സെക്ഷൻസ് ഏരിയയാണ് നമ്മൾ AE ആയിട്ട് എടുക്കേണ്ടത്. അവർ വല്ല ഹോളുകളോ കാര്യങ്ങളൊക്കെ ക്രോസ് സെക്ഷനിൽ വരികയാണെങ്കിൽ അതെല്ലാം നമ്മൾ കുറച്ച് കളയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് AEനെ കുറിച്ച് പറയുന്നത്. ക്ലോസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ FCDൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് ക്ലോസ് 7.1.2.1 കൊടുത്തിരിക്കുന്നത്. അതൊരു ടേബിൾ 9 നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, FCD കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ അതാണ് ഒന്നുകൂടി സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതിന് FCD കാണാനുള്ള ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽ ഒന്നും എഴുതിയിരിക്കേണ്ട, FCD കാണാനുള്ള ഇക്വേഷൻ മാത്രം എഴുതി വയ്ക്കുക. FCD = Fi/Γ/M0 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കുക. അതിൽ ഫൈ എന്താണെന്നുള്ള എഴുതി വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ജസ്റ്റ് ഒരു ഇക്വേഷൻ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ പേജ് കാണിച്ചിട്ടുള്ളത്. ക്ലോസ് 7.1.2.1 ആണ്. ആ ക്ലോസ് ഒന്ന് നോക്കുക, നിങ്ങളതിലെ ഇക്വേഷൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ടേംസും എന്താണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഇക്വേഷൻസ് നോക്കുക, ടേംസ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് പറയാനുള്ളത് ലേസ്ഡ് ആൻഡ് ബാറ്റൺ സെക്ഷനെ കുറിച്ചാണ്. എക്സാമിന് ചോദിക്കാറുള്ള ഒരു തിയറി പോർഷനാണ്. ബിൽട്ടപ്പ് കംപ്രഷൻ മെമ്പേഴ്സ് എന്നാണ് ഹെഡിങ് കൊടുത്തുള്ളത്. ഒരു ബിൽട്ടപ്പ് കംപ്രഷൻ മെമ്പറാണിത്. എങ്കിൽ ലേസ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ ബാറ്റൺ സെക്ഷൻ എന്നൊക്കെയാണ് അതിനെ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗേഴ്സ് മനസ്സിലാക്കി വയ്ക്കുക, എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ നമുക്ക് കംപ്രഷൻ മെമ്പറായിട്ടുള്ള കോളംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു മെമ്പറുണ്ട്, അതേപോലെ ഇവിടെ ഒരു മെമ്പറുണ്ട്, അല്ലേ. ഈ 2 മെമ്പേഴ്സാണ് നമ്മുടെ കംപ്രഷൻ മെമ്പറായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ല. അല്ലെങ്കിൽ ഇതേപോലെ 2 അടുത്ത സൈഡിലുണ്ടാകും, 4 കൂടിയിട്ടാകും ചിലപ്പോൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ 2 മെമ്പേഴ്സ് നമ്മൾ കണക്കാക്കുക. ഈ 2 മെമ്പേഴ്സാണ് കംപ്രഷൻ മെമ്പറായിട്ട്, അതിലേക്കാണ് ഫോഴ്സ് മുകളിൽ നിന്ന് ഫോഴ്സ് വരുന്നത്, 2 മെമ്പേഴ്സിലേക്കും വരുന്നത്. അപ്പോൾ ഇതാണ് കംപ്രഷൻ മെമ്പർ. ആ കംപ്രഷൻ മെമ്പറിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, കുറേ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലേ. അതിനെ ക്രോസ് ആയിട്ട് കുറച്ച് മെമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ മെമ്പർ കൊടുത്തു, ഇങ്ങനെ മെമ്പർ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഈ മെമ്പേഴ്സിനാണ് ലേസിങ്സ് എന്ന് പറയുക. ഇതാണ് ലേസിങ്സ്. അപ്പോൾ ഇതിനാണ് ലേസ്ഡ് കണക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതാണ് ലേസ്ഡ് കംപ്രഷൻ മെമ്പർ അല്ലെങ്കിൽ ലേസ്ഡ് കോളംസ് എന്ന് നമ്മൾ പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൊടുത്തുള്ളത് സിംഗിൾ ലേസിംഗ് ആണ്. ആദ്യത്തെ 2 ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഒറ്റ ലേസിങ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് കേസിൽ സിംഗിൾ ലേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
രണ്ടാമത്തേൽ ഡബിൾ ലേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്രോസ് ആയിട്ട് ലേസിങ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിംഗിൾ ലേസിങ്ങും ഡബിൾ ലേസിംഗും ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ലേസ്ഡ് സെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത കാണുന്നത് ലേസ്ഡ് ആൻഡ് ബാറ്റൺ സെക്ഷനാണ്. ഇതിൽ നിങ്ങൾ ഈ ലേസിങ്സിനെ മറക്കുക, ഈ ലേസിങ്സ് കൊടുത്തുള്ളതിനെ അതിനെ ഒഴിവാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെ ഹൊറിസോണ്ടലായിട്ടൊരു മെമ്പർ കൂടി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. മുന്നേ ലേസിങ്സിന് പുറമെ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുത്തിരിക്കുന്നത്, ഈ ഹൊറിസോണ്ടൽ മെമ്പർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിനാണ് ബാറ്റൺസ് എന്ന് പറയാം. അപ്പോൾ ഇതും ടെൻഷൻ മെമ്പറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഇത് ടെൻഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ കംപ്രഷൻ മെമ്പറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കംപ്രഷൻ ഉണ്ടാവണം, ബക്ലിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ പറഞ്ഞു. ബക്ലിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ലേസിങ്സും ബാറ്റൺസും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ലേസിങ്സും ബാറ്റൺസും കൊടുത്തുള്ളത് ബക്ലിങ്ങിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ലേസ് സെക്ഷൻ ബാറ്റൺ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മൾ IS കോഡിലുള്ളതാണ് ഈ ഫിഗേഴ്സ്. നമ്മൾ കൂടുതൽ വേറെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. IS കോഡിൽ നോക്കുക, ഫിഗർ 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ലേസ് സെക്ഷനിൽ ലേസ്ഡ് ആൻഡ് ബാറ്റൺ സെക്ഷനിൽ 10.A 10.B എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ തൊട്ടടുത്ത പേജിൽ ലേസിങ്സ് ഇല്ലാത്ത ബാറ്റൺ സെക്ഷൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോഡ് നോക്കുക, കോഡ് നോക്കിയിട്ട് ഈ ഫിഗേഴ്സ് കണ്ടുപിടിക്കുക. നോട്ടിൽ വരയ്ക്കുമ്പോൾ ആ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ വരയ്ക്കണം. അവിടെ നമ്മൾ 2 ഫിഗേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കോഡിൽ നോക്കി വരയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒന്നാമതായിട്ട് ലേസ്ഡ് കോളംസ് കൊടുക്കണം. അത് ഈ 2 ഫിഗേഴ്സാണ്. അതിൽ സിംഗിൾ ലേസിങ്ങും ഡബിൾ ലേസിങ്ങും കാണിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ബാറ്റൺ സെക്ഷൻ കൊടുക്കണം. ബാറ്റൺ സെക്ഷൻ കൊടുക്കുമ്പോൾ ലേസിങ് ഒഴിവായിട്ടുള്ള സെക്ഷൻസ് വരയ്ക്കുക. ലേസിങ് ഒഴിവാക്കിയിട്ടുള്ള ഈ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഫിഗർ വരയ്ക്കുക. അതാണ് ബാറ്റൺ സെക്ഷൻ. ഈ കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ ആയിട്ടുള്ള ഫിഗറായിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ലേസ്ഡ് ആൻഡ് ബാറ്റൺ സെക്ഷനാണ്. ലേസിങ്ങും കൊടുത്തിട്ടുണ്ട്, ബാറ്റൺസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സെക്ഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഫിഗർ ആഡ് ചെയ്യാൻ വിട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ബിൽട്ടപ്പ് കോളംസ് അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പേഴ്സ് കാണിക്കാൻ പറ്റും. അത് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കൊണ്ട് പറയാണ്. കോഡിൽ നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് കോഡിൽ നോക്കി നമുക്ക് വരച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ഫിഗേഴ്സും കോഡിൽ നോക്കുക ഏതെല്ലാം എന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലേസ്ഡ് കോളംസ്, അതിൽ സിംഗിൾ ലേസിങ്ങും ഡബിൾ ലേസിങ്ങും കൊടുത്തിട്ടുണ്ടാകും. അടുത്തത് ബാറ്റൺ കോളംസ്, ബാറ്റൺ സെക്ഷൻസാണ്. മൂന്നാമത് ലേസ്ഡ് ആൻഡ് ബാറ്റൺ സെക്ഷൻ, അതിൽ ഡബിൾ ലേസ്ഡ് സിംഗിൾ ലേസ്ഡ് സിസ്റ്റംസ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ലേസ്ഡും ഡബിൾ ലേസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിൻ്റെ കോളം സെക്ഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലേസ്ഡ് ആൻഡ് ബാറ്റൺ സെക്ഷൻസ് എന്നുള്ള ആ ടേമിനെ കുറിച്ച് പറയാനുള്ളത്. കോഡിൽ നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വയ്ക്കുക, നോട്ടിലേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതിന് മുന്നേ പറഞ്ഞ ഡിസൈൻ സ്റ്റെപ്സ് വരുന്ന ഡിസൈൻ സ്ട്രെങ്ത്ത് കാണുന്ന കാര്യങ്ങൾ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് കംപ്രഷൻ ഡിസൈനിൽ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക് യു.